സാറ് പറയുന്നതൊന്നും മോൾ വലിയ കാര്യമാക്കി എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അരവിന്ദാക്ഷൻ സാറ് വന്നിട്ട് മഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ശേഷം കാണിക്കുന്നത് അതായത് നമ്മുടെ മുകുന്ദൻ വക്കീൽ വീട്ടിൽ തിരിച്ചെത്തുന്നതാണ്. അപ്പോൾ മഹിമ ചെന്നിട്ട് ഒരു ഗ്ലാസ് കാപ്പി ഇട്ട് കൊടുക്കുന്നു. എന്തായാലും നന്നായി, ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് കാപ്പി കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നതിനിടയിൽ മഹിമ പറയുകയാണ്, ഞാനും അഭിയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ട്, ഇനി ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തന്നെയാണെങ്കിൽ കൊള്ളാം, അത് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടില്ലേ, അല്ലെങ്കിൽ ഭാവിയിൽ പിന്നെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ തൽക്കാലം എന്തായാലും അങ്ങനെ തന്നെയാണ്, എനിക്ക് എന്തായാലും അവനൊരു ഫ്രണ്ട് തന്നെയാണെങ്കിൽ അവൻ്റെ കാര്യം എനിക്കറിയില്ല, ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ വിശ്വാസം മാത്രമേ ഉള്ളൂ, അത് പറഞ്ഞ് കൺഫേം ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതൊന്നും ഭാവിയിലെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ വക്കീലെന്ന് പറഞ്ഞിട്ട് മഹിമ പോവുകയാണ്. എൻ്റെ ദൈവമേ, എന്നെ നീ വീണ്ടും പരീക്ഷിക്കുകയാണെന്ന് നമ്മുടെ മുകുന്ദൻ വക്കീൽ ഓർക്കുകയാണ്. വന്നിട്ട് നമ്മുടെ ഗൗരിയമ്മ വന്നിട്ട് പറയുകയാണ്, മോനെ ഇന്ന് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്ന ഒരു കക്ഷിയാണെന്ന് തോന്നുന്നു, പക്ഷേ അത് ഗിരി പറഞ്ഞു വിട്ടു, കണ്ടിട്ട് നല്ല പൈസയൊക്കെ ഉള്ള ഒരാളായിരുന്നു തന്നെയാണ് എനിക്ക് തോന്നിയത്, പക്ഷേ എന്താണെന്ന് അറിയില്ല, ഗിരി ഇവിടെ നിർത്തിയില്ല, അയാളെ പറഞ്ഞു വിട്ടു എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അയാളുടെ പേരെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും പീതാംബരനോ മറ്റോ ആയിരുന്നു എന്ന് പറയുമ്പോൾ അയാൾ ഡ്രൈവറാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ അങ്ങനെ എന്തോ ആയിരുന്നു എന്നാണ് പറഞ്ഞത്, നിനക്ക് നല്ലോണം അറിയാവുന്ന ആളാണെന്നൊക്കെയാണല്ലോ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും ഗിരിയോട് സംസാരിക്കട്ടെ എന്ന് പറയുമ്പോൾ നീ ഫുഡ് കഴിച്ച് കുളിച്ചിട്ടൊക്കെ പോയാൽ മതിയെന്ന് പറയുകയാണ്. അതിനുശേഷം ഗിരിയെ കണ്ടോളാമെന്ന് നമ്മുടെ വക്കീലും പറയുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രിയിൽ മഞ്ജുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഗിരിയാണ് കാണിക്കുന്നത്. അപ്പോൾ മഞ്ജു വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നീ തന്നെ ഡ്രൈവ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് എന്തായാലും എനിക്ക് വേണ്ടാന്ന് പറയുകയാണ്. അപ്പോഴേക്കും എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ സുഖമില്ല എന്ന് പറയുന്നു. അപ്പോൾ ബിജുക്കുട്ടൻ ചേട്ടനോട് ചോദിക്കുമ്പോൾ പറയുകയാണ്, അത് പിന്നെ ഫ്രാൻസിസ് സാറ് കണ്ണി കണ്ടതൊക്കെ പറഞ്ഞു അന്നത്തെ മയക്കുമരുന്ന് കേസിൻ്റെ കാര്യം പറഞ്ഞ് മഞ്ജുവിനെ കളിയാക്കി, മഞ്ജുവിന് ഭയങ്കര വിഷമമായി, മഞ്ജു കുറേ കരയൊക്കെ ചെയ്ത് ഗിരിയേട്ടാന്ന് പറയുമ്പോൾ ഫ്രാൻസിസിനോട് നല്ല രീതിയിൽ തന്നെ സംസാരിക്കുകയാണ് ഗിരി. എന്നിട്ട് പറയുന്നുണ്ട്, അരവിന്ദാക്ഷൻ സാറും ബിജുക്കുട്ടനും കേൾക്കുകയാണ് പറയുന്നത്, അന്നത്തെ കേസിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമോ, അന്ന് ശരിക്കും ഒരു പോലീസ് തന്നെയാണ് സഹായിച്ചത്, മയക്കുമരുന്ന് മാറ്റിയതും എല്ലാ കാര്യങ്ങളും ചെയ്തതെല്ലാം, പക്ഷേ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മഞ്ജു അല്ല, അത് ഫ്രാൻസിസ് സാറ് തന്നെയാണെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയതൊന്നും നീ പറയണ്ടെന്ന് പറയുമ്പോൾ അതിന് തെളിവൊക്കെ എനിക്കുണ്ട്, ഗോപിക മാഡം അന്ന് തന്നെ സാറിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്ത പൈസയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും പോരാ, കേസ് കോടതിയിൽ നിൽക്കാൻ എന്ന് പറയുമ്പോൾ അതിന് കോടതിയിലേക്ക് ആര് പോകുന്നു, എനിക്ക് അങ്ങനെ ഉദ്ദേശമില്ല, ഇവരൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, അതുകൊണ്ട് മഞ്ജു ഇനി മുതൽ ഇയാൾക്ക് അധികം സെല്യൂട്ടൊന്നും നീ കൊടുക്കേണ്ട ആവശ്യമില്ല, അത്രയും പരിഗണനയൊന്നും കൊടുക്കേണ്ട ആവശ്യം, അതിന് അർഹതയില്ല എന്ന് പറഞ്ഞ് മഞ്ജുവിനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. രാത്രി തന്നെ മുകുന്ദൻ വക്കീൽ ഗിരിയെ കാണാൻ എത്തുന്നതാണ് കാണിക്കുന്നത്, പീതാംബരൻ വന്ന കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ തമ്മിൽ കാണുകയാണ്. അപ്പോൾ എന്താ നീ ഉദ്ദേശിച്ചത്, എന്തിനാ അയാളെ പറഞ്ഞു വിട്ടേ, എനിക്കാണെങ്കിൽ വല്ല കാലത്താണ് ഒരു കേസ് വരുന്നത്, നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഭീമയെ അയാളുമായിട്ട് സംസാരിക്കുന്നതാണ് ഞാൻ വന്നപ്പോൾ കണ്ടത്, അപ്പോൾ അവളുടെ അച്ഛനെ കൊന്ന ആളാണെന്ന് അവൾ അറിയാതെയല്ലേ സംസാരിക്കുന്നത്, അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ ഒഴിവാക്കുന്നത്, അത് തന്നെയാണ് സത്യം എന്ന് പറയുമ്പോൾ അതേന്ന് പറയുന്നു. ശേഷം കാണിക്കുന്നത് നമ്മുടെ സഞ്ജുവിനോട് സംസാരിക്കുന്നതാണ്, അതായത് ശാലിനി അതായത് മഞ്ജുവിനെയും ഗിരിയെയും അപകടപ്പെടുത്താൻ വേണ്ടി ബ്രേക്ക് അഴിച്ചുവിട്ട കഥയൊക്കെ പറയുമ്പോൾ ഇവൾ എന്ത് ചെയ്താലും വർക്കൗട്ട് ആവുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. അവൾ നിൻ്റെ അനിയത്തിയാണ്, നീ ഇങ്ങനെയൊക്കെ പറയല്ലേ, അവൾക്ക് എന്ത് സംഭവിച്ചാലും നിന്നെയും ബാധിക്കും എന്നൊക്കെ പറയുമ്പോൾ അവൾ എന്നെ ഒരിക്കലും ഒരു ചേട്ടനായി കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കത് പ്രശ്നമില്ല, അവൾ പോയി തൊലയട്ടെ എന്നുള്ള രീതിയിൽ പറയുകയാണ്. ശേഷം കാണിക്കുന്നത് നമ്മുടെ സ്വപ്ന പ്രദക്ഷിണം കഴിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ കുഞ്ഞാറ്റ പറയുകയാണ്, ഇതെല്ലാം ചെയ്തതിന് നല്ല ഗുണമുണ്ടാവും എന്ന് പറയുമ്പോൾ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതാണ്, ഞാൻ ചെയ്യാത്തത് കൊണ്ട് ഗുണമില്ലാതായി എന്ന് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, എന്നിട്ട് വേണം നിങ്ങളുടെ പൂജയ്ക്കൊന്നൊരു കുരുത്തമില്ല, ഗുണമില്ല എന്ന് എനിക്ക് പറയാനായിട്ട്, അല്ലെങ്കിൽ എന്നെ കുറ്റം പറയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇനി എങ്ങാനും ഇതിനുള്ള ഫലം ഉണ്ടായില്ലെങ്കിൽ കാണാം എൻ്റെ സ്വഭാവം എന്ന് പറയുകയാണ്. അമ്മയോടും പറയുന്നുണ്ട്, ഞാൻ ഇനി നാളെ ചെയ്യില്ലെന്ന് പറഞ്ഞാൽ അമ്മ പറയുകയാണെങ്കിൽ ഞാൻ തന്നെ ചെയ്തോളാം, നിന്നെക്കൊണ്ടൊന്നും അല്ലെങ്കിൽ ഒരു ഗുണം